നമസ്കാരം. ഇന്ന് നവംബർ 22 ശനിയാഴ്ച, വൃശ്ചികം 6. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് ശ്രീലക്ഷ്മി വി പിള്ള, കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഒപ്പം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ടല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടരുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ കാലാവസ്ഥയുടെ സാഹചര്യം, ഇതൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് പ്രവിത. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തിരഞ്ഞെടുപ്പ് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടും തലസ്ഥാനത്ത് നന്നായി ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 3 പാർട്ടികളും കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അത് ഇടതുപക്ഷം ഭരണം നിലനിർത്തുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന BJP ഭരണം തിരിച്ചു പിടിക്കാനും കോൺഗ്രസ് UDF-ഉം ഒരു നില മെച്ചപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നാണ് സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള ദിവസം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. അത് കഴിഞ്ഞായിരിക്കും റിട്ടേണിംഗ് ഓഫീസർ അവസാനഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ടാവുക. ആ തിങ്കളാഴ്ചയോടുകൂടിയാണ് ഒരു പൂർണ്ണമായിട്ടുള്ള മത്സര ചിത്രം തെളിയുക. ഇപ്പോൾ ഏതൊക്കെ ഡിവിഷനുകളിൽ എതിരില്ലാതെ വിജയിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ തിങ്കളാഴ്ച ഒരു തീരുമാനമുണ്ടാകും. ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കും. അതിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുമോ എന്ന കാര്യത്തിലും കൂടി ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷം 9ഉം 11ഉം തീയതികളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ്. 13-ന് കോർപ്പറേഷൻ ആര് ഭരിക്കും, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം സംസ്ഥാനത്തുടനീളം അറിയാനാകുമെന്നുള്ളതാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇന്നും 3 മുന്നണികളും തകൃതിയായി നടക്കും. ഇന്നും പലയിടത്തും പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SIR-മായി ബന്ധപ്പെട്ടാണ്. SIR നടപ്പിലാക്കിയതിനു ശേഷം എല്ലാ ശനിയാഴ്ചയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും യോഗം നടക്കുക. ആ യോഗത്തിൽ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയാനുള്ള വിമർശനങ്ങളൊക്കെ പരസ്പരം കേൾക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ BLO ആയിട്ടുള്ള അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിനു ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഇന്ന് നടക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. അതിൽ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നതും ഈ BLO-മാരുടെ ജോലി സമ്മർദ്ദം. അത് വലിയ ജോലി സമ്മർദ്ദമുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തുടനീളമുള്ള BLO-മാർ അതൊരു അനുഭവ സാക്ഷ്യമായി പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിക്കും. കൂടാതെ ഇതിൽ പ്രധാനമായും സർക്കാരിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇപ്പോൾ ഭരണഘടനാപരമായി ഇതിനൊരു അപ്രായോഗികതയുണ്ട്. കാരണം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ല, താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കണമെന്നുള്ളതാണ്. കൂടാതെ CPM-ഉം സർക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ സർക്കാരും അടക്കം കോടതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇത് താൽക്കാലികമായി നിർത്തിവെക്കണം, ഈ തിരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും നിർത്തിവെക്കണമെന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ ഒരാവശ്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിക്കാൻ പോവുകയും ചെയ്യുന്നത്. കൂടാതെ എത്ര എനുമറേഷൻ ഫോമുകൾ നൽകിയിട്ടുണ്ട് എന്നടക്കമുള്ള കണക്കുകളും ഇന്നത്തെ യോഗത്തിൽ പ്രസിദ്ധീകരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമുക്കറിയാം ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ 5 ഉദ്യോഗസ്ഥരും അടക്കം 6 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിട്ടുള്ളത്. ഇനിയും വമ്പന്മാർ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കുടുങ്ങാനുണ്ട് എന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഇന്നലെ രാത്രി വൈകിയും M പത്മകുമാറിന്റെ വീട്ടിൽ, ആറന്മുളയിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. അതിൽ നിന്ന് ബാങ്ക് രേഖകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ അതിൽ M പത്മകുമാറെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും ഇന്നോ നാളെയോ ആയി നൽകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയുന്നു. എന്തായാലും അതിൽ കൂടുതൽ പേർ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു അന്വേഷണം തുടരുകയാണ്. അതിൽ കൂടുതൽ പേർ വീണ്ടും പിടിയിലാകാനുണ്ട്. കൂടാതെ എവിടെയാണ് ഈ സ്വർണം, അത് ഈ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലടക്കം M പത്മകുമാറിന് മുഖ്യ പങ്കുണ്ട് എന്നുള്ള കാര്യം SIT ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഈ ശബരിമലയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്വർണം എവിടെയാണ് എന്നുള്ള കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇനി കണ്ടെത്താനുള്ളത്. കൂടാതെ കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാകുന്നു. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അന്വേഷണം തുടരുന്നു. ഒരുപാട് വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട വാർത്തകളാണ് വരാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മേഘന, ഇപ്പോൾ മഴയുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാലാവസ്ഥയുടെ കാര്യം കൂടി പെട്ടെന്ന് പറയും.
തീർച്ചയായും പ്രവിത, ഇന്നലെ മുതൽ തലസ്ഥാനത്ത് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ മഴ തുടരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ്, ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ നാളെയും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ അലർട്ടുണ്ട്. അതിൽ മഴ തുടരും, ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയാണ് ഇപ്പോൾ മഴ പെയ്യാനുള്ള കാരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിലും തലസ്ഥാനത്തും ശക്തമായ മഴ പ്രതീക്ഷിക്കാം. മേഘന മുരളിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലേക്കാണ്. മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിലവിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി VN വാസവൻ വിളിച്ച യോഗം ഇന്ന് പമ്പയിൽ ചേരുകയാണ്. ഇന്നലെ മന്ത്രി സന്നിധാനത്തെത്തിയിരുന്നു. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ യോഗം ആരംഭിക്കുക? ഒപ്പം തന്നെ സന്നിധാനത്ത് എത്രത്തോളം തിരക്ക് നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്? പ്രവിത, ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഭയാനകമായ തിരക്കിനെ തുടർന്ന് തുടർ നടപടികൾ വിലയിരുത്താനാണ് ദേവസ്വം മന്ത്രി VN വാസവൻ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് VN വാസവൻ സന്നിധാനത്ത് എത്തിയത്. അവിടെ എത്തിയ ശേഷം തന്ത്രിയെയും മേൽശാന്തിയെയും ഉൾപ്പെടെ കണ്ടിരുന്നു. അവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് 9 മണിയോടുകൂടി ഈ സന്നിധാനത്ത് നിന്ന് മന്ത്രി പമ്പയിലേക്ക് പോകും. രാവിലെ 10:30-നാണ് അവലോകന യോഗം നടക്കുന്നത്. വിവിധ വകുപ്പ് മേധാവിമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 5000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് ആയി നിജപ്പെടുത്തിയത് തിങ്കളാഴ്ച വരെയാണ്. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഏത് തരത്തിൽ നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ അവലോകന യോഗത്തിൽ ചർച്ചയാകും. ഈ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചും ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും കൂടുതൽ ചർച്ചകൾ ഇന്ന് നടക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രാധാന്യമായിരിക്കും ഇന്നത്തെ അവലോകന യോഗത്തിൽ നടക്കുന്നത്. പമ്പയിലടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടാനുണ്ട്. ഒപ്പം നിലയ്ക്കലിൽ പ്രധാന ഒരു കേന്ദ്രമായി നിലയ്ക്കൽ മാറുകയാണ്. കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഉൾപ്പെടെ നിലയ്ക്കലിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധികമായി എത്തുന്ന തീർത്ഥാടകരെ തങ്ങാൻ അനുവദിക്കുക നിലയ്ക്കലായിരിക്കും. അതുകൊണ്ട് നിലയ്ക്കലിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളായിരിക്കും പ്രധാനമായും അവലോകന യോഗത്തിൽ ചർച്ചയാകുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ തന്നെ ദേവസ്വം മന്ത്രിക്ക് ശബരിമലയുടെ തിരക്ക് പരിഗണിച്ചാണ് ഒരു ഇളവ് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് മന്ത്രി അവലോകന യോഗം വിളിച്ചതും പമ്പയിൽ ഇന്ന് 10:30-ന് അവലോകന യോഗം ചേരുന്നത്. എന്തായാലും നിലവിൽ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇനി സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും ശബരിമലയിൽ തിരക്ക് ഉണ്ടാകുന്നത്. 5000 പേർക്കായി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയതോടുകൂടിയാണ് പോലീസിനും ദേവസ്വം ബോർഡിനും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ശബരിമലയിലെ തിരക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ശബരിമലയിൽ. പ്രവിത, ശരി. MG പ്രതീഷാണ് ശബരിമലയിൽ സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചി സിറ്റി റേഷനിംഗ് ഓഫീസിന്റെ പരിധിയിൽ റേഷൻ വിതരണം മുടങ്ങിയിട്ട് 6 ദിവസമാവുകയാണ്. തൊഴിൽ തർക്കത്തെ തുടർന്നാണ് വിതരണം മുടങ്ങിയത്. ശ്രീലക്ഷ്മി B. പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. 6 ദിവസമായി റേഷനിംഗ് ഓഫീസിന്റെ പരിധിയിലെ റേഷൻ വിതരണം മുടങ്ങിയിട്ട് എന്താണ് ഇതിനൊരു പരിഹാരമാകാത്തത്? ഈ പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് കരുതാനാകും? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണ് റേഷൻ വിതരണം മുടങ്ങിയിട്ട്. ചെല്ലാനം ഭാഗങ്ങളിലാണ് റേഷൻ വിതരണം മുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും ഈ ചെല്ലാനം ഭാഗങ്ങളിൽ ഉണ്ടായ തൊഴിൽ തർക്കമാണ് റേഷൻ വിതരണം മുടങ്ങാൻ കാരണമായിരിക്കുന്നത്. ചെല്ലാനം ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഗോഡൌണുകളിലേക്ക് റേഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ തർക്കമാണ്. പ്രധാനമായും CIT പോലുള്ള തൊഴിലാളി സംഘടനകൾ ഇറക്കുമതി കൂലി ചോദിച്ചിരുന്നു. ഈ ഇറക്കുമതി കൂലി നൽകാത്തതിനെ തുടർന്നാണ് തൊഴിൽ തർക്കം ഉണ്ടായിരിക്കുന്നത്. കൂലി ചോദിക്കുന്നതിനെ തുടർന്ന് അവിടെയുള്ള സപ്ലൈകോ പോലെയുള്ള ഗോഡൌണുകളിലേക്ക് പുറത്തുനിന്നുള്ള തൊഴിലാളികളെ ഇറക്കുകയാണ് ചെയ്തത്. ഈ പുറത്തുനിന്ന് തൊഴിലാളികളെ ഇറക്കിയതോടെയാണ് ഇപ്പോൾ തൊഴിൽ തർക്കം ഉണ്ടായിരിക്കുന്നത്. ചെല്ലാനം ഭാഗങ്ങൾ ഉൾപ്പെടെ 40ഓളം വരുന്ന റേഷൻ കടകളിലേക്കാണ് ഇപ്പോൾ ലോഡ് ഇറക്കാതായിട്ട്. ഗോഡൌണുകളിൽ ലോഡ് എത്തിക്കുന്നില്ല. ഇതിനെ തുടർന്നാണ് റേഷൻ കടകളിലും ലോഡ് എത്തിക്കാത്തത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ നിരവധി ആളുകൾക്കാണ് റേഷൻ വിതരണം മുടങ്ങിയിരിക്കുന്നത്. ഇന്ന് 6ാമത്തെ ദിവസമാണ് ഈ റേഷൻ വിതരണം മുടങ്ങിയിരിക്കുന്നത്. ഇന്ന് തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിലാളികൾ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയിലാണ് ഇന്നും കൂടി ചർച്ചയിൽ വിജയിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ ഈ തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇറക്കേണ്ട സമയങ്ങളിലെല്ലാം തന്നെ പുറത്തുനിന്ന് ആളുകളെ കൊണ്ട് ഇറക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പ്രവിത,
ശരി, ശ്രീലക്ഷ്മി പിള്ളയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഈ കോഴിക്കോട്ടേക്കാണ് ഇ ഡി പരിശോധനയുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കാണാൻ PV അൻവർ. ഒപ്പം താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ED PV അൻവറിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയത്. എപ്പോഴായിരിക്കും PV അൻവർ മാധ്യമങ്ങളെ കാണുക? ഒപ്പം താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ആരാണ് ഇയാൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുൻ MLA PV അൻവറിന്റെ വാർത്താ സമ്മേളനമാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുൻ MLAയുടെ വീട്ടിൽ ഇന്നലെ ഏറെ നേരം പരിശോധന നടത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയിരുന്നത്. രാവിലെ 7:30 ആരംഭിച്ച പരിശോധന രാത്രി 10 മണി വരെ നീണ്ടുനിന്നു. ഒതായിലെ അൻവറിന്റെ വീട്ടിലും അതുപോലെ തന്നെ അൻവറിന്റെ സഹായിയായിട്ടുള്ള സിയാദിന്റെ എടവണ്ണയിലെ വീട്ടിലുമായിരുന്നു പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട് അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം എന്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അൻവർ വിശദീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2015 കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അൻവർ 15 കോടി രൂപ വായ്പ എടുത്തിരുന്നു. അത് പിന്നീട് 22 കോടിയായി അതിന്റെ പലിശ ഉൾപ്പെടെ അടക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഇതുവരെ അടച്ചിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശ സഹായം ലഭ്യമായി തുടങ്ങിയിട്ടുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള റെയ്ഡ് ഇന്നലെ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടുകൂടിയായിരിക്കും അൻവർ മാധ്യമങ്ങളെ കാണുക. അൻവറിന്റെ വീട്ടിലും അൻവറിന്റെ സഹായിയായിട്ടുള്ള സിയാദിന്റെ വീട്ടിലും നടത്തിയിട്ടുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ടായിരിക്കും അൻവർ മാധ്യമങ്ങളെ കാണുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 21-നാണ്, അതായത് കഴിഞ്ഞ മാസം 21-നാണ് നാടിനെ നടക്കിയ വലിയ ഒരു സംഭവം ഉണ്ടായത്. അതായത് താമരശ്ശേരി ഫ്രഷ് കട്ടിനെതിരായിട്ടുള്ള വലിയ സംഘർഷമായിരുന്നു. അവിടെയുള്ള സ്ഥാപനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ജനകീയ പ്രതിഷേധമായിരുന്നു. അത് പിന്നീട് വലിയ അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങി. അവിടെയുള്ള വാഹനങ്ങൾ തീയിടുന്നു. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അന്വേഷണ സംഭവങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി തുടരുകയാണ്. അതിലാണ് ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. റസാഖ് എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പോലീസിന്റെ നടപടി തുടരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഉണ്ടായിരുന്നു. അതായത് സമരസമിതി നേതാവായിട്ടുള്ള ഷീജ നൽകിയ ഹർജിയാണ്. അവർ ജനപ്രതിനിധി കൂടിയാണ്. അതായത് പോലീസും ഈ ഫ്രഷ് കട്ട് ഉടമകളും ചേർന്നുകൊണ്ട് നാട്ടുകാരെ തല്ലിച്ചതക്കുകയാണ് ചെയ്തത്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, അത് സ്വാഭാവികമായിട്ടും ബയാസ്ഡായി മാറുകയാണ്. അതുകൊണ്ട് CBIയുടെ അന്വേഷണം വേണമെന്നുമാണ് ഷീജ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ആ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ CBIക്കും ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ആ വിഷയത്തിലുള്ള നടപടി കൂടി ഉണ്ടാകും. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. റസാഖ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രവിത. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ദുബായ് എയർ ഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നു വീണ പൈലറ്റ് വീരമൃത്യു വരിച്ച സംഭവത്തിൽ വ്യോമസേനയുടെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, രാജ്യത്തിനാകെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. എപ്പോഴാണ് ഈ അന്വേഷണം ആരംഭിക്കുക? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുള്ളൂ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:10 ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നു വീണ പൈലറ്റ് വീരമൃത്യു വരിച്ച സംഭവം. ഈ സംഭവത്തിൽ ഉടൻ തന്നെ വ്യോമസേന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ ശേഖരിച്ച്, ഒപ്പം തന്നെ ഈ എയർ ഷോയ്ക്കിടെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അവ പരിശോധിച്ച ശേഷം പ്രാഥമികമായ റിപ്പോർട്ട്, ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വ്യോമസേനയുടെ പ്രാഥമികമായ പ്രതികരണം അതിനുശേഷം ഉടൻ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് വ്യോമസേനാ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്. സാങ്കേതിക വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് വരികയാണ്. ഈ സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ അടക്കമുള്ളവർ അതീവ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുഃഖത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ. ഇന്നലെ ഉച്ചയ്ക്ക് 2:10
കൂടിയാണ് ഈ എയർ ഷോക്കിടെ ഉണ്ടായ പരിശീലനത്തിനിടെ അല്ലെങ്കിൽ ആ ഒരു ഷോ നടന്ന് പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അത് ഒരു ലൂപ്പ് പൂർത്തിയാക്കി വരുന്നതിനിടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം താഴേക്ക് വരികയും തുടർന്ന് നിലത്ത് പതിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ വലിയ തീഗോളമായി ഈ വിമാനം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു വിമാനം കൂടിയാണ് തേജസ് യുദ്ധവിമാനം എന്നുള്ളത്. മിഗ് 21 യുദ്ധവിമാനങ്ങൾ പിൻവലിച്ച ശേഷം അതിന് പകരക്കാരനാകാൻ എന്ന് നിശ്ചയിച്ചിരുന്ന വിമാനം കൂടിയാണ് ഈ തേജസ് യുദ്ധവിമാനം. പ്രാദേശികമായി തദ്ദേശീയമായി തന്നെ HAL വികസിപ്പിച്ചെടുത്ത ഒരു വിമാനത്തിനാണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് VC മോഹനൻ കുന്നുമ്മൽ വിമർശിച്ചത്. സിൻഡിക്കേറ്റിൽ നല്ല രാഷ്ട്രീയക്കാരില്ല എന്നും ഇവർ കാരണം സർവകലാശാലയിൽ അക്കാഡമിക് നിലവാരം കുറഞ്ഞെന്നും VC ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാത്തവർ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്നു എന്ന പരിഹാസവും VCയുടെ ഭാഗത്തു നിന്നുണ്ടായി. VCയുടെ വാക്കുകൾ വിവാദമായതോടെ മറുപടിയുമായി ഇടത് സിൻഡിക്കേറ്റും രംഗത്ത് വന്നു. മോഹനൻ കുന്നുമ്മൽ സംഘപരിവാറുകാരനാണ് എന്നായിരുന്നു സിൻഡിക്കേറ്റ് അംഗം G മുരളീധരന്റെ വിമർശനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ഇന്നു മുതൽ രാവിലെ 9 മുതൽ ഗുവാഹത്തിയിലാണ് മത്സരം. ആദ്യ കളിത്തോറ്റ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകാതിരിക്കാൻ ജയം അനിവാര്യമാണ്. പരുക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ പുറത്തായതോടെ ഋഷഭ് പന്താണ് ഇന്ത്യയെ നയിക്കുക. അതേസമയം പരമ്പര തൂത്തുവാരി 1/4 നൂറ്റാണ്ടിനു ശേഷം ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര ജയമാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ LDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. കോർപ്പറേഷനിൽ വിജയ തുടർച്ച ഉറപ്പെന്നും എളമരം കരീം പറഞ്ഞു. അഭിഭാഷക കൂട്ടായ്മയായ പുരോഗമന അഭിഭാഷക വേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എളമരം കരീം. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന 4 അഭിഭാഷകർ ഉൾപ്പെടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന അഭിഭാഷകരും സുഹൃത്തുക്കളും സംഗമത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തോളം ഇടതുപക്ഷ ഭരണത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് LDFനുണ്ടായത്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാൻ പോകുന്നത്. എതിർക്കുന്ന UDFന്റെ ദയനീയമായ ഒരു സ്ഥിതി നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മിനിമം പ്രാഥമികമായി ആൾക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലാണ് ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാതെ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ആൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. പുരോഗമന അഭിഭാഷക വേദിയുടെ നേതൃത്വത്തിൽ ഇടത് സ്ഥാനാർത്ഥികളുടെ സ്ക്വാഡ് പ്രവർത്തനം സജീവമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. CPI ജില്ലാ സെക്രട്ടറി P. ഗവാസ്, അഡ്വക്കേറ്റ് ലിവിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാര്യയും ഭർത്താവും മത്സരരംഗത്തിറങ്ങുകയാണ്. വയനാട് അമ്പലവയലിൽ അടുത്തടുത്തുള്ള വാർഡുകളിലാണ് ഇവരുടെ മത്സരം. LDF സ്ഥാനാർത്ഥികളായാണ് ദമ്പതിമാർ മത്സരരംഗത്ത് ഇറങ്ങിയത്. അമ്പലവയൽ എടക്കൽ നഗറിലെ നിഷയും രഘുവും ഈ ദമ്പതിമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2 വാർഡുകളിലായി മത്സരിക്കുകയാണ്. നിഷ 6ാം വാർഡ് സ്ഥാനാർത്ഥി. രഘു തൊട്ടടുത്തുള്ള 8ാം വാർഡിലും ജനവിധി തേടുന്നു. പാർട്ടി നമ്മളോട് പറഞ്ഞു ഇങ്ങനെ മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്കും സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിൽ നമുക്ക് വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെ കിട്ടുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കിട്ടിയതിലേറെ സന്തോഷമാണ്. നേരത്തെ ഇതേ പഞ്ചായത്തിൽ തന്നെ ജനപ്രതിനിധിയായതിൻ്റെ അനുഭവമുണ്ട് നിഷയ്ക്ക്. 25 വർഷത്തോളമായി പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ കരുത്തുണ്ട് രഘുവിൻ. നിഷ 2005 ജനപ്രതിനിധി. രഘുവിൻ ഇത് കന്നി അംഗം. നമുക്ക് നല്ല സന്തോഷമുള്ളൊരു ദിനം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം 2 പേർക്കും ഒരുമിച്ച് പാർട്ടി സ്ഥാനാർത്ഥിത്വം തന്നിട്ടുണ്ട്. 2 വ്യത്യസ്ത വാർഡിലാണ്. 6ന്റെ തൊട്ട് വാർഡിലാണ് 8ാം വാർഡുള്ളത്. പക്ഷെ അതുപോലെ എനിക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം വെച്ചാൽ പാർട്ടി എനിക്ക് ഇത്രയും പാർട്ടി സേവനമായി പാർട്ടി പ്രവർത്തനമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി തന്നത് ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. 2 വാർഡുകളിലായി വോട്ട് ചോദിക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിലും കാരക്കലിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 23-ന് 13 ജില്ലകളിലും 24-ന് 9 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. കാരക്കലിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. കന്യാകുമാരി മുതൽ കടലൂർ വരെയുള്ള തീരദേശ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു.